4 വേദങ്ങൾ 4 സന്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്ന് പറയാറുണ്ട്. അതിൽ യജുർവേദത്തിൻ്റെ സന്ദേശമാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ളത്. ഭാരതീയ ഈശ്വര സങ്കല്പത്തിൽ ഏറ്റവും ഉദാത്തമായ ഭാവം ബ്രഹ്മസാക്ഷാത്കാരമാണ്. നിങ്ങൾക്കറിയാം, ആ ബ്രഹ്മചൈതന്യം ഞാൻ തന്നെയാണ്, എന്നിൽ പ്രവർത്തിക്കുന്നത് ആ ബ്രഹ്മചൈതന്യമാണ്. അത് എപ്പോഴാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അയാളാണ് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ചേർത്തലയ്ക്കടുത്ത് ഒരു ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിലൊരു പക്ഷേ ഉദ്ദേശിച്ചിരുന്നത് അവനവനെ കണ്ട് അവനവനിലുള്ള ചൈതന്യം മനസ്സിലാക്കട്ടെ എന്നായിരിക്കാം. അപ്പോൾ ആത്മസാക്ഷാത്കാരം, അവനവൻ ആരാണ് എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു ലെവല്. ഞാൻ ആരാണ്? എൻ്റെ കൈയല്ല, എൻ്റെ കാലല്ല, കണ്ണല്ല, മൂക്കല്ല, നാക്കല്ല, ഇതൊന്നുമല്ല. അങ്ങനെ അല്ല എന്ന് പറയാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് അനുവാദം കിട്ടിയത്? കാലില്ലാത്തവർ ജീവിക്കുന്നുണ്ട്, കൈയില്ലാത്തവർ ജീവിക്കുന്നുണ്ട്, ചെവിയില്ലാത്തവർ ജീവിക്കുന്നുണ്ട്, കണ്ണില്ലാത്തവർ ജീവിക്കുന്നുണ്ട്, പല അവയവങ്ങളില്ലാത്തവരും ജീവിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ന ചൈതന്യം എവിടെ കുടികൊള്ളുന്നു? വ്യക്തമായിട്ട് നമുക്ക് നിർവചിക്കാൻ ശ്രമിക്കേണ്ട. എങ്കിലും നമ്മളുടെ ശരീരം പ്രവർത്തിക്കുന്ന അനുനിമിഷം ചലനാത്മകമാകുന്ന ഒരു ഋതമുണ്ട്. ആ ഋതത്തെ നമുക്ക് എപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നുവോ അത് സയൻസിൻ്റെ സഹായത്താൽ തിരിച്ചറിയാൻ സാധിക്കും. എൻ്റെ ഹാർട്ട് പ്രവർത്തിക്കുന്ന രീതി ഒന്ന് നോക്കുക. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും എൻ്റെ ഹാർട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, എൻ്റെ ലിവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത്ഭുതകരമായ ഒരു വസ്തുത. ആരാധ്യനായ ഡോക്ടർ പി രാമൻ എന്ന വ്യക്തി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അസാധാരണമായ കഴിവുള്ള ആത്മീയതയും ശാസ്ത്രവും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ പി രാമൻ. അദ്ദേഹം വിവരിക്കുകയുണ്ടായി, ഞാൻ കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കാൻ ആവശ്യമായ അളവിൽ ഡൈജസ്റ്റീവ് എൻസൈമുകൾ, ദഹനരസങ്ങൾ എൻ്റെ ശരീരം പുറപ്പെടുവിക്കും. എത്ര ഭക്ഷണം കഴിച്ചോ അത്രയും ഭക്ഷണം ദഹിപ്പിക്കാനുള്ള കൃത്യം അളവിൽ മാത്രമേ ദഹനരസങ്ങൾ ശരീരത്തിനകത്ത് നിന്ന് പുറപ്പെടുവിക്കുകയുള്ളൂ. കൂടുതൽ ഡൈജസ്റ്റീവ് എൻസൈമുകൾ വന്നാൽ ഇൻഡസ്റ്റൈൻ മൊത്തം ദഹിച്ചു പോകും, അത് ഡൈജസ്റ്റ് ചെയ്തു പോകും. കുറച്ച് എൻസൈമുകൾ വന്നുള്ളൂ എങ്കിൽ 10-22 അടി നീളമുള്ള ആ കുടലിനകത്ത് ഭക്ഷണം ദഹിക്കാതെ സ്റ്റാഗ്നൻ്റായിട്ട് കിടക്കും. അപ്പോൾ എൻസൈമുകൾ, ദഹനരസങ്ങൾ കൃത്യം ആവശ്യത്തിന് കൂടാതെ കുറയാതെ നിരന്തരം ഭക്ഷണമകത്തു വരുമ്പോൾ പ്രവഹിപ്പിക്കുന്ന ഒരു ചൈതന്യം ഈ ദഹന ഇന്ദ്രിയങ്ങളെ, ദഹനരസങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥികളെ അറിയിക്കുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. ആ നിയന്ത്രിക്കുന്ന ശക്തി എവിടെയാണ് ഉള്ളത്? എൻ്റെ ശരീരത്തിനകത്ത്. ഒരു കാരണവശാലും ദഹനഗ്രന്ഥികൾക്ക് നിർദ്ദേശം എൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് നിന്നല്ല വരുന്നത്, ഞാൻ അറിഞ്ഞിട്ടുമല്ല വരുന്നത്, എൻ്റെ ബോധമനസ്സിൽ നിന്നുമല്ല വരുന്നത്. എൻ്റെ സബ്ജക്റ്റീവ് മൈൻഡ്, എന്നിൽ വർത്തിക്കുന്ന ഉജ്ജ്വലമായ ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യമാണ് എൻ്റെ ശരീരത്തിനകത്ത് നടക്കുന്ന സർവപ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. എന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കണ്ണിലൂടെ കാണുന്നതായ വസ്തുക്കളെ എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്? ആ വസ്തുവിൻ്റെ ഇമേജ് റെട്ടിനയിൽ വീണ് അതിൽ നിന്ന് നെർവസ് സിസ്റ്റം വഴി തലച്ചോറിലേക്ക് വിവരമറിഞ്ഞ് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി മെഷർ ചെയ്ത് തന്നെത്താനെ ശരീരം മെഷർ ചെയ്ത് അപ്രകാരമുള്ളൊരു വസ്തുവിനെ പണ്ട് നിങ്ങൾ കണ്ടിരിക്കുന്നത് തലച്ചോറിനകത്ത് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇമേജ്. ആ ഇമേജുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ കാണുന്നത് ഉലുവയാണോ, ഉഴുന്നാണോ, മുയലാണോ,
ആനയാണോ, അമ്മയെയാണോ, മക്കളെയാണോ, അതല്ല പാമ്പിനെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനെയാണോ എന്ന് തലച്ചോറ് തിരിച്ചറിയുന്നത്. ഒരു അസാധാരണ വൈഭവശേഷി നമ്മളുടെ തലച്ചോറിനകത്തുണ്ട്. കണ്ണിലൂടെ വരുന്ന കാഴ്ചകളെ വിശകലനം ചെയ്യാൻ, ചെവിയിലൂടെ കേൾക്കുന്ന ശബ്ദത്തെ വിശകലനം ചെയ്യാൻ, മൂക്കിലൂടെ വരുന്ന ഗന്ധത്തെ തിരിച്ചറിയാൻ, നാക്കിലൂടെ വരുന്ന സ്വാദിനെ തിരിച്ചറിയാൻ, ത്വക്കിലൂടെ അറിയുന്ന സ്പർശത്തെ തിരിച്ചറിയാൻ പാകത്തിന് വിവേചനാശക്തിയുള്ള ഒരു ചൈതന്യം തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും തലച്ചോറിൻ്റെ കഴിവിൻ്റെ കപ്പാസിറ്റിയുടെ ഒരംശം മാത്രമാണ് നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. ബാക്കി 99% ബ്രെയിനിൻ്റെ പാർട്ടും ഉപയോഗിക്കാതെ കിടക്കുന്നു. ആ 1% ഉപയോഗിക്കാൻ സാധിക്കുന്ന തലച്ചോറിനകത്ത് നടക്കുന്നതായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടും അർത്ഥം മനസ്സിലാവും. അഹം ബ്രഹ്മാസ്മിയാണ്, ഞാൻ ഈശ്വര ചൈതന്യത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നത് എൻ്റെ നിർദ്ദേശപ്രകാരമല്ല. ഈ ശരീരത്തിനകത്ത് വസിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വസിക്കുന്ന ഒരു അസാധാരണ ചൈതന്യത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് എൻ്റെ ശരീരത്തിലെ താപനില 37.3 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിലനിൽക്കുന്നു. ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വീട്ടിലുള്ള ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ കൃത്യമായിട്ട് നിലനിർത്താനുള്ള ഒരു മെക്കാനിസം പോലെ ഒരു മെക്കാനിസം എൻ്റെ ശരീരത്തിനകത്തുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ശക്തി ശരീരത്തിൻ്റെ താപനിലയെ ഭംഗിയായിട്ട് നിലനിർത്തുന്ന, ഉജ്ജ്വലമായിട്ട് സ്റ്റെബിലൈസ് ചെയ്യിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. അപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതിൻ്റെ അനുഭൂതിയുടെ തലത്തിലേക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന വ്യക്തികളാണ് അമ്പലത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. ചിലപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ തന്നെ ഈശ്വര ചൈതന്യമാണെങ്കിൽ ഞാൻ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് നിങ്ങളിൽ ഈശ്വര ചൈതന്യമുണ്ട് എന്ന്? അങ്ങനെ തിരിച്ചറിയാനും അതിൻ്റെ ആനന്ദാനുഭൂതിയുടെ തലത്തിലേക്കും എത്താൻ സാധിച്ചവർക്ക് ഇതൊന്നും ആവശ്യമില്ല. അല്ലാത്തവർക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? അതിഗഹനമായ ആത്മീയതയാണ് ഇപ്പോൾ വിവരിക്കുന്നത്. നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് സാധിക്കണം. മക്കൾക്കത് പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിനീത പ്രണാമം നിങ്ങൾക്ക് ഓരോരുത്തർക്കും.